ആ സിനിമയ്ക്കല്ലാണ്ട് വേറെ ഒരു സിനിമയ്ക്കും ഞാൻ ആ ഒരു യുണീക്ക് ഒരു ബിഹേവിയർ ആൾക്കാരുടെ ഐ ഹാവ് നെവർ സീൻ. നല്ല തിരക്കായിരുന്നു. ആദ്യത്തെ ഷോ ഇൻ്റർവെൽ ആയപ്പോൾ എൻറ്റയർ തിയേറ്റർ ഗോട്ട് അപ്പ് ആൻഡ് സെഡ് ഇൻ്റർവെൽ വേണ്ട. ദി ക്രിയേറ്റഡ് എ റക്കസ്. കൊച്ചിയിലെ സിനിമാസ്വാദകരുടെ ഇഷ്ടകേന്ദ്രമായ ഷെനോയ്സ് തിയേറ്ററിൽ വെള്ളിയാഴ്ച മുതൽ പ്രദർശനം ആരംഭിക്കും. എൻ്റെ പേര് സുരേഷ് ഷെനോയ്. ഞാൻ ഷെനോയ്സ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ്. ആക്ച്വലി ഞങ്ങളുടെ ആദ്യത്തെ തിയേറ്റർ ലക്ഷ്മണാണ്. അതിപ്പോൾ ഇല്ല. അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സാണ് വന്നിരിക്കുന്നത്. ദാറ്റ് വാസ് ഇൻ 1942. ദാറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് നെയിം. അത് കഴിഞ്ഞിട്ട് 46 പത്മ പണിതത്, വിച്ച് ഇസ് മൈ ഗ്രാൻഡ് മദേഴ്സ് നെയിം. 1964 ശ്രീധർ കൺസ്ട്രക്ട് ചെയ്തത്. ദാറ്റ് ഈസ് മൈ അങ്കിൾ, മൈ ഫാദേഴ്സ് ഓൾഡർ ബ്രദർ. 69 ഷെനോയ്സ്, എൻ്റെ അച്ഛൻ ശ്രീനിവാസ് ഷെനോയ്, ആ ഒരു നെക്സ്റ്റ് ജനറേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ലിറ്റിൽ ഷെനോയ്സ് ഇൻ 1971. 42 മുതലാണ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നെല്ലാം നോൺ AC തിയേറ്റേഴ്സ് ആയിരുന്നു. ഈ ലക്ഷ്മണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു രാജാക്കന്മാർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു എൻക്ലോഷർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവർ അന്ന് ഫോണൊന്നുമില്ല, അവരെങ്ങനെ അറിയിച്ചിരുന്നെന്ന് അറിയില്ല. പക്ഷെ അവർ വന്ന് സിനിമ കണ്ട ചരിത്രമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബോക്സ് തന്നെയുള്ള ആ കോൺസെപ്റ്റ് മാറ്റി എല്ലാം ഓപ്പണാക്കി ചെയ്തിരുന്നു. പത്മയിലും ഉണ്ടായിരുന്നു അതേപോലത്തെ ഒരു എൻക്ലോഷർ. പല പ്രശ്നങ്ങൾ വന്നെങ്കിലും ഞങ്ങൾ സിനിമ വിടൂല. But basically, we are a entertainment family. കാരണം ഇത് ഞങ്ങളുടെ ബ്ലഡിലുള്ളതാണ്. Even my brother, my children, my grandchildren, all of them are crazy about films. അച്ഛൻ ഒരു കാര്യത്തിൽ വളരെ ഇതായിരുന്നു. He was true to the thing, സത്യസന്ധനായിരുന്നു. പിന്നെ one thing he told me is, you have to look after your staff. We have no place to go. നിങ്ങൾ നോക്കണം, അവരുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ തീർക്കണം, ഒരു ദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ല. ആൻഡ് ഹി വാസ് വെരി സ്ട്രിക്റ്റ് അബൌട്ട് ഡൂയിങ് ബിസിനസ്, ബട്ട് ഹി വാസ് വെരി ഓണസ്റ്റ്. ഹി കുഡ് എംപതൈസ് വിത്ത് പീപ്പിൾ. ഒരു സിനിമ മോശമാണെങ്കിലും അതെങ്ങനെയെങ്കിലും ഒന്ന് ഓടിച്ചു കൊടുക്കുക, അതൊക്കെ എന്തെങ്കിലും കിട്ടട്ടെ എന്നായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ കുറച്ച് കുറവാണ്. ഷെനോയ്സ് വാസ് ഓഫ് കോഴ്സ് ടെക്നിക്കൽ ഒരു എന്താ പറയുക, ഒരു ബിഗ് ഗാമ്പിൾ ആയിരുന്നു അത്. എൻ്റെ അച്ഛനെടുത്ത ഒരു ഏറ്റവും വലിയ ഗാമ്പിളായിരുന്നു അത്. കാരണം the cost of that theatre itself was some 25 times that of an ordinary one. ഒരു unheard of figure in those days. And a new concept, and it's the first Vistarama projection in Asia. അന്ന് അത് ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് ആ ഇംഗ്ലീഷ് ഫിലിമിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെയാണ്. ഒരു പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്, ഐ തിങ്ക് യു ഷുഡ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ ഒരു സർക്കിളിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ വന്നത്. പക്ഷേ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം വന്ന് ലാൻഡ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിലാണ്. സോ വി യൂസ് ടു ഗോ ആൻഡ് ചെക്ക് ഓൾ ദ ബോക്സസ്. That screen size itself it came as a single package that I remember very vividly. ഒറ്റ പാക്കേജ് ആയിരുന്നു. 80 feet by 30 feet, 80 feet width and 30 feet height. ഒറ്റൊരു വലിയൊരു ബോക്സിലാണ് വന്നത്. And the projector was also imported.
sound system, everything came packed from US. And ഏറ്റവും ഇറിറ്റബിൾ ഒരു എന്താ വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. See, corporates they only look at the bottom line. They want to make money. So they will give 20 minutes every show. ആ ഫിലിം കാണുന്നതിൻ്റെ ആ ഫ്ലോ പോവും. So we have restricted ourselves to X number of minutes. We will not take any advertisement beyond that, which is less than 8 minutes per show. Less than 8 minutes. അത്ര എടുക്കുള്ളൂ, അത്ര മതി. Because that is the tolerance level. Actually, this 20-minute thing is very irritating. These advertisers agencies will ask for 20 minutes. We say we don't want. See, പണ്ടത്തെ ഫിഗേഴ്സ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ് ആൻഡ് ഇറ്റ് ഇസ് വിസിബിൾ. ഇപ്പോഴത്തെ ഗിമ്മിക്കാണോ എന്ന് ചോദിച്ചാൽ ഗിമ്മിക്കാണ്. ഐ ടെൽ യു വൈ. എല്ലാവർക്കും 100 കോടി രൂപ എത്തിയാൽ വളരെ സന്തോഷമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ബാക്ക് ഫയർ ചെയ്യും. കാരണം യു കാൻ ജസ്റ്റ് ഫൂൾ പീപ്പിൾ ലൈക്ക് ദാറ്റ്. പക്ഷെ ഇപ്പോഴത്തെ കളക്ഷൻ്റെ ബ്രേക്കപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് ഒരു ദിക്കിന്ന് ഇപ്പോൾ എറണാകുളത്ത് ഷെനോയ്സിൽ റിലീസ് ചെയ്താൽ ഇതിൻ്റെ ചുറ്റുവട്ടം എന്നും സിനിമ ഉണ്ടാവില്ല. ആലുവ ആവട്ടെ, തൃപ്പൂണിത്തുറാവട്ടെ, ഞാറക്കലാവട്ടെ, അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദിക്കിലും ഉണ്ടാവില്ല. നമ്മൾ കോൺസെൻട്രേറ്റഡ് ഒരു കളക്ഷനായിരുന്നു. അതിപ്പോൾ മാറി സ്പ്ലിറ്റായി. ആക്ച്വലി ഇറ്റ് ഇസ് ഗുഡ്. ഐ വോണ്ട് സേ ഇറ്റ്സ് ബാഡ്. ഇറ്റ് ഇസ് വെരി ഗുഡ് ഫോർ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി ഹാസ് ഗ്രോൺ because of this. പക്ഷേ the collection figures often are fudged. പണ്ട് ഞങ്ങൾ 100 ദിവസം കളിച്ച് ഒരു കളക്ഷനിലേക്ക് എത്തിയാൽ അതിപ്പോൾ ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിക്കോസ് ഓഫ് ദിസ് വൈഡ് റിലീസ്. പക്ഷെ അതിൻ്റെ പിറ്റ്ഫോൾസും ഉണ്ട്. ഇഫ് ഇറ്റ് ഫ്ലോപ്സ് then it whole business stops in 1 week. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരു 1 year എക്സ്ട്രാ ഞങ്ങളെടുത്തു. കാരണം ആ റൗണ്ട് സ്ട്രക്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത്, ഇൻഫാക്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കംപ്ലീറ്റ് അകത്തുള്ള സാധനം എല്ലാം എടുത്തു. ഫ്രഷ് കൺസ്ട്രക്ഷൻ ആയിരുന്നു ഇൻസൈഡ് ദ സർക്കിൾ. അപ്പോൾ അതിൽ കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഒരു ഫൗണ്ടേഷനൊക്കെ തോണ്ടിയപ്പോൾ ഇറ്റ് വാസ് നോട്ട് ആസ് പെർ എക്സ്പെക്റ്റേഷൻ. അവിടെ കുറേ ചാലഞ്ചസ് ഇല്ല. അങ്ങനെ കുറച്ച് സമയം പോയി. ഞങ്ങൾ തുറക്കാനിരിക്കുമ്പോഴാണ് ഷട്ട് ഡൗൺ വന്നത്. കേരളത്തിലാകെ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നു. വല്ലാതെ ഭീതി പരന്ന നിലയുണ്ടാകുന്നു. എന്നാൽ നല്ല ജാഗ്രത ഈ കാര്യത്തിൽ പാലിക്കുന്നു. That is one of the most difficult times. കാരണം അന്ന് എല്ലാ പണികളും കഴിഞ്ഞു. Everything was in place. It was on March 10th that we closed. We were planning to open on April 14th for Vishu. സ്റ്റാഫിനൊക്കെ എടുത്തു, എല്ലാം റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. ആൻഡ് വി ഓപ്പൺ ഇൻ ഫെബ്രുവരി. ആ യാർഡിൻ്റെ പണി മറ്റൊക്കെ. ദാറ്റ് വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈം ബിക്കോസ് റവന്യൂ ഒന്നും ഇല്ല. ബട്ട് വി ഹാഡ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് മണി. അത് ഇതുവരെ ആ സിനിമയ്ക്കല്ലാണ്ട് വേറെ ഒരു സിനിമയ്ക്ക് ഞാൻ ആ ഒരു യുണീക്ക് ഒരു ബിഹേവിയർ ആൾക്കാരുടെ ഐ ഹാവ് നെവർ സീൻ. സിനിമ കാണാൻ പറയത്താണ്. അപ്പോൾ ആദ്യത്തെ ഷോ മമ്മൂക്ക, ശോഭന, നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. ആദ്യത്തെ ഷോ ഇന്റർവെൽ ആയപ്പോൾ entire theatre got up and said interval വേണ്ട. They created a ruckus. And then after 2-3 minutes we had to switch off the light. Nobody went out of the auditorium. ഒറ്റൊരാൾ അറിഞ്ഞിട്ടില്ല. This was not planned. This is spontaneous.
they wanted to see the film after the interval because it is so beautiful. അതൊരു ഇതുവരെ ഒരു സിനിമയ്ക്കും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്ച്വലി ഒരു പ്ലക്കാർഡ് പോലെ എഴുതി ഒട്ടിച്ചു എല്ലാ ദിക്കിലും ടിക്കറ്റ് വാങ്ങിക്കുന്നത്. ഇതിൻ്റെ ഇൻ്റർവെല്ല് ഉണ്ടാവും, 10 മിനിറ്റ് ഉണ്ടാവും, നിങ്ങളെല്ലാം ക്ഷമിക്കുക എന്ന് പറഞ്ഞു. യു വോണ്ട് ബിലീവ് ഇറ്റ്. MG റോഡ് തന്നെ വളരെ ചെറിയ റോഡായിരുന്നു. അത് പത്മ ബിൽഡിങ്ങിൻ്റെ അവിടെ 1-2 ബിൽഡിങ്സ്, അത് കഴിഞ്ഞാൽ ആക്ച്വലി ഒന്നുമില്ല. ഇവിടെയൊക്കെ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഉള്ളത് ജോസ് ബ്രദേഴ്സിൻ്റെ ബിൽഡിങ്, ജോസ് ജംഗ്ഷൻ, അങ്ങനെ വളരെ ചുരുക്കം ബിൽഡിങ്സ് ഉള്ള സമയമാണ് അത്. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 5 പേര് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അവരെ ഒഴിവാക്കി സ്ഥലം ഫൈനൽ കിട്ടിയപ്പോൾ തന്നെ 2-3 കൊല്ലം എടുത്തു. ആക്ച്വലി ദ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ 66 സ്റ്റാർട്ട് ചെയ്തത് 69 ഓപ്പൺ ചെയ്തുള്ളൂ. പക്ഷെ അന്ന് തന്നെ ഗോവിന്ദറാവിൻ്റെ ഒരു ഐഡിയ ആണ് ലിറ്റിൽ ഷെനോയ്സിൻ്റെ കാര്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രൊവിഷൻ ഇട്ടിട്ട് ലിറ്റിൽ ഷെനോയ്സ് ഓപ്പൺ ടു ഇൻ 71. അപ്പോൾ ആദ്യം ഷെനോയ്സ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് മറ്റേതിൻ്റെ ഷെല്ല് പണിത് വെച്ചു, എന്നിട്ട് പിന്നീടാണ് പണിതത്. അപ്പോഴാണ് ആക്ച്വലി ഇവിടെ ഒരു ഇൻഫാക്ട് ടാറിട്ട റോഡൊക്കെ വന്നത്. അന്നൊരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവിടെ ഒരു പോലീസിൻ്റെ ഒരു സിഗ്നലിംഗ് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളാണ് അത് ഉണ്ടാക്കി തന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ അവിടെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാര്യം. പിന്നീടാണ് അവർ ഷെനോയ്സ് റോഡ് എന്നും പറഞ്ഞ് പേരിട്ടത്. പത്മ വാസ് റിനോവേറ്റഡ് ഇൻ 71. അന്ന് എയർ കണ്ടീഷൻ ആക്കി. അന്ന് ഡിജിറ്റലൊന്നുമില്ല, ഇത് തന്നെ. അന്ന് ഇനോഗ്രേഷൻ വന്നത് കമൽഹാസനാണ്. അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. കമൽഹാസനാണ് ഇനോഗ്രേഷൻ വന്നു സെക്കൻഡ് ടൈം. ശ്രീധരൊക്കെ ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ആക്ച്വലി ശിവാജി ഗണേശൻ ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ ഞാൻ നേരിട്ട്. So digital always is better. പക്ഷേ by way of ease of doing business, digital is far better. By way of filming, digital is much better. By way of acceptance by the public, 100% digital is better. The reason is, ഇപ്പോൾ ഒരു ഫിസിക്കൽ ഫിലിം ഞങ്ങൾ റൺ ചെയ്ത് ഒരാഴ്ച റൺ ചെയ്താൽ മതി, അതിൽ സ്ക്രാച്ചസ് വീഴും, പിന്നെ അതിൻ്റെ ആ സൗണ്ട് ക്വാളിറ്റി അത്രയും പോകില്ല. എന്നാൽ തന്നെ ആ ഒരു വ്യൂവിങ് പ്ലഷർ ഞങ്ങൾക്ക് കിട്ടില്ല. ഒരു 100 ദിവസം ഓടുന്ന പടത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ലാസ്റ്റ് ഒരു 90 ദിവസമൊക്കെ ആകുമ്പോൾ സ്ക്രീനിലൊന്നും കാണില്ല. അത് ഇറ്റ് ഹാസ് ടു റൺ ത്രൂ ദ റണ്ണേഴ്സ്. അതൊക്കെ ഒരു പ്രോസസ്സിൽ കൂടി വരുന്നതാണ് ആ ഫിലിം. ആ ഒരു ഡിഫറൻസ് ഡിജിറ്റലിൽ കിട്ടില്ല. ഇവിടെ കൊണ്ട് 100, 200 it will be still the same. The light quality and the print quality. Cinema will sustain for the next 100 years. തിയേറ്ററിലേക്ക് ആൾ വരും, അതിലൊരു സംശയമില്ല. ബിക്കോസ് ദാറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഗോയിങ് ആൻഡ് സീയിങ് എ ഫിലിം ഇൻ എ തിയേറ്റർ ഇസ് ഡിഫറെൻറ്റ്. അവിടെ യു ആർ സിറ്റിംഗ് വിത്ത് 500 other people who you don't know, but you emote in the same manner as the person sitting next to you. ചിരിക്കും, കരയും, you feel the pathos.
അപ്പോൾ ആ ഒരു ഫീലിംഗ് യു വിൽ നെവർ ഗെറ്റ് അറ്റ് ഹോം. എത്ര ഹോം സിസ്റ്റം ഉണ്ടെങ്കിലും തിയേറ്ററിൽ വന്ന് കാണുക, ഒരു ഔട്ടിങ് കം വിത്ത് യുവർ ചിൽഡ്രൻ, അത് ഒരിക്കലും ഡിമിനിഷ് ചെയ്യില്ലെന്ന് എനിക്കറിയായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദിസ് എ ഗോൾഡൻ പീരീഡ് ഫോർ സിനിമ കമ്മിങ് അപ്പ് ഇൻ ദ നെക്സ്റ്റ് 10-20 years. പല പ്രശ്നങ്ങൾ വന്നെങ്കിലും ഞങ്ങൾ സിനിമ വിടില്ല.